അപ്പൊ നമ്മുടെ ഉസ്താദ് സംസാരിച്ചോളൂ ഉസ്താദ്. കേൾക്കാമോ? കേൾക്കാം. ഈ വിഷയത്തിലാണ് മാത്രമാണ് സംസാരിക്കുന്നത്. ഖിലാഫ് അല്ലെങ്കിൽ ശരീഅത്ത് ഇന്ത്യയിൽ പ്രായോഗികമോ? അത് പ്രായോഗികമാണ്. കാരണം അത് കസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സുനാൻ അന്നസായി എന്ന 3175 പറയുന്നുണ്ട്. അത് ഹസൻ ഗ്രേഡ് ഉള്ള ഒരു ഹദീസാണ്. അതിൽ ബാറ്റിൽ എക്സ്പെഡീഷൻ ഓഫ് ഇന്ത്യ, the messenger of Allah said, there are two groups of my ummah whom Allah will free from the hellfire. One is the group that invades India, ഇതൊക്കെ and പഴകിയ the second സാധനം the ഉസ്താദ്. group will be ഉസ്താദ് with ഇതൊക്കെ Isa bin പഴകിയ Maryam. സാധനം, ഇതൊക്കെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ള സാധനം. ഇതെന്താ നിങ്ങൾ അല്ല, രണ്ടാമത് ഇതുകൊണ്ടാണ് വായിക്കുന്നത്? പ്രായോഗികമാണെന്ന് പറയുന്നത്. ഇത് പ്രവാചകൻ അല്ല, അപ്പൊ പറഞ്ഞിട്ടുള്ളതാണ്, അത് നിങ്ങളുടെ കാര്യം പ്രായോഗികമാണ്. നോക്കണമല്ലോ. നിങ്ങൾ ആർഎസ്കാരനല്ലേ, നിങ്ങളുടെ കാര്യം നോക്കണമല്ലോ. നിങ്ങൾ എന്തോ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഈ ലോലൊക്കെ ചെയ്യുന്നത് എന്തോ? നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല സഹോദരൻ. ഞാൻ പറഞ്ഞു, വർഗീസ് മാസ്റ്റർ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെയും കാര്യം ഇത് തന്നെ. നിങ്ങൾ അവരെക്കാട്ടിലും മേത്രമല്ല. അതാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്നേ. ഇവിടെ നൂലൊക്കെ നടത്തുന്ന അന്യായങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങള് ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ ഒരു ഐഡിയോളജിക്കൽ സ്റ്റെപ്പ് ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ കാണിക്കുന്ന തോന്നിയാസം ഉണ്ടല്ലോ ലൈവായിട്ട് നോർത്തില്, അത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. അവര് പാവം പിടിച്ചവര്, അവർ ജോലിക്ക് വേണ്ടി വന്നിട്ട് അവരുടെ കരച്ചിൽ കാണുന്നവരുടെ അതൊക്കെ അതൊക്കെ ഞാൻ അതിനൊക്കെ 100% എതിരാണ്. അല്ലാതെ അവരൊന്നും ഇവിടെ ഒരു 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 ഖിലാഫത്ത് സ്ഥാപിക്കാനൊന്നും വരുന്നില്ല. ഇവിടെ ഖിലാഫത്ത് എന്ന് പറഞ്ഞൊരു ഒരു പേർപ്പസ് ഉണ്ട്, മേളിൽ ഇമാരുടെ ടോപ്പ് ബ്രാസിനുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് കാണുന്ന പാവങ്ങളെ എല്ലാം അടിച്ചു മൂർത്ത് അവര് 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 ജീവിക്കുന്ന ജീവിതം ഒന്ന് പോയി കണ്ടുപോക്ക്. നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാനായിട്ട് സർക്കാരിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. കുടിലും അവിടെ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവര്. എന്റെ പൊന്നു സഹോദരൻ, ഈ ഒരു ഹേറ്റഡ് ഇവിടെ ഇത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് പറയാമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവരെ കുറിച്ചും പറയാം. അതൊക്കെ അല്ല, അറിയോ തെറ്റ് സാറേ? പറയാം, നിങ്ങളെ ഇങ്ങനെ തെറ്റ് പ്രൊപ്പോഗേറ്റ് പറയാം. ചെയ്യുന്ന ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് അന്ന് ഞാൻ ഇതാ പറഞ്ഞു, അന്ന് ടി.ജി. മോഹൻദാസും അന്ന് സുപ്രഭാതം ഇവിടുന്ന് വിട്ടുപോയതിന്റെ കാരണം ഇതാണ്. ഈ ഉടായ്പ വേണ്ട. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒരു ഹെയ്റ്റ് മോങ്കറിംഗ് ഗതുവായ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. അല്ല, ഞാൻ ഇവിടെ അതല്ല ഞങ്ങൾ പറഞ്ഞത്. മതത്തിനകത്തുള്ള വൈരാഗ്യ നിങ്ങളുടെ ബുദ്ധിയും അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ സോറി വിഷയത്തിലാണ് പറഞ്ഞത്, ഉസ്താദെ, ഞാൻ ഇങ്ങനെയുള്ള വിഷയത്തിലാണ് കാര്യം സംസാരിച്ചത്. പ്രൊമോട്ട് ചെയ്ത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ അവസരം തരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ സുപ്രൂവിന്റെ അവിടെ പോയിട്ട് വേറൊരു സാധനം സംസാരിക്കുന്നു, ഇവിടെ വന്ന് വേറൊരു സാധനം സംസാരിക്കുന്നു. നിങ്ങൾ രണ്ടും ഒരേ വർഗക്കാരാ. ഈ ഇസ്ലാമിക തീവ്രവാദികളും നിങ്ങളും രണ്ടും തീവ്രവാദം. മണിപ്പൂരിൽ കാണിച്ചതും ഈ നൂറിൽ കാണിക്കുന്നത്, ഈ ഗുരുഗ്രാമിൽ കാണിച്ചത് എല്ലാം നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ല. ഐ എം സോ സോറി ടു സേ ദിസ്. നിങ്ങളിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ, നിങ്ങളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ വൈരാഗ്യ ബുദ്ധിയോടെ ഇവിടെ വന്ന് അവരെ ടാർഗറ്റ് ചെയ്യുക. സോറി, ഞാൻ ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാർ പറഞ്ഞാൽ പോലും ഞാൻ ഉടനെ തന്നെ ഞാൻ വാൺ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈരാഗ്യ ബുദ്ധിയോടെ അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. അവരുടെ മതത്തിലുള്ള ഇതും അവരെന്തുമാണ് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഐ ആം സോറി. ഇതൊക്കെ എന്റെ പൊന്ന് സഹോദരൻ, ഇവിടെ അതിലൊക്കെ ഭയങ്കര ഡീപ്പ് ഡൗൺ ആയിട്ട് ഞങ്ങളുടെ സ്റ്റഡീസ് പോയി കഴിഞ്ഞു. അങ്ങനെ സാധനമേ ഇല്ല. ഇവിടെ അബ്രഹാം ബ്രദർ പറഞ്ഞേക്കുന്നത് എന്ത്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇല്ലാത്ത സാധനത്തിനെ ഉണ്ടാക്കി എടുക്കുന്നത്. അതേപോലെ നിങ്ങൾ ഇല്ലാത്ത സാധനത്തിന് വേണ്ടി ഇവിടെ കിടന്ന് അടി കൂടുന്നത്. അതേപോലെ തന്നെ മതപ്രചരണത്തിന് വേണ്ടി ഇവിടെ ഫ്രീഡം ഉണ്ട്. ആർട്ടിക്കിൾ 25ഉം 26ഉം ഇവിടെ മതം പ്രചരിപ്പിക്കാനുള്ള ഫ്രീഡം തരുന്നുണ്ട്. അതിനെ നിങ്ങൾ ഹനിക്കുന്നതാണ്. ഇവിടെ ഇത്രയും വർഷമല്ല ക്രിസ്തീയ വിശ്വാസം വന്ന്, എന്നിട്ട് എത്ര പെർസെന്റ് ഉണ്ട് ഇവിടെ? ഇനിയും ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ അഗ്രസീവായിട്ട് ഇത് പ്രൊപ്പോഗേറ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 25 ആൻഡ് ഇനി 26 അലോവിംഗ് ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഇനി സോറി വളരും. ഉസ്താദ്. ഇന്ത്യയിൽ ഇപ്പം ദാ വളർന്നു കഴിഞ്ഞു ഉറപ്പായിട്ടും. അല്ല, മണിപ്പൂരിലെ ഇംഫാലിലെ കർദിനാള് ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞത് കേട്ടിരുന്നോ? അത് ഒരു വർഗീയ കലാപം ആയിരുന്നില്ല. അവിടെ അവിടെ രണ്ട് എന്റെ പൊന്ന് ഗോത്രവർഗ്ഗക്കാർ തമ്മിലാണ്. സഹോദരൻ, നിങ്ങൾ ഞാൻ ഇത്രയും ചോദിക്കാം, കാലം ഞാൻ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം, മേത്തായ്സ് പരസ്യ ഹിന്ദുസ് ആണോ? തട്ടിപ്പ് മുഴുവൻ പുറത്തുനിന്നില്ലേ? അല്ലല്ല, മേത്തായ്സ് ഹിന്ദുസ് ആണോ? നിങ്ങൾ ഇത്രയും കാലം മേത്തായ്സ് പറഞ്ഞു ഹിന്ദു പരത്തിയ കള്ളങ്ങളും മിത്തുകളും കൂടെ പൊളിഞ്ഞില്ലേ ചേട്ടാ? അതുകൊണ്ടല്ലേ നിങ്ങളെ നിർത്തിയത്? ഇപ്പോ എവിടെ പൊളിഞ്ഞു? മണിപ്പൂരിനെ എവിടെ പറ്റി പൊളിഞ്ഞു? പഠിച്ചില്ലല്ലോ. എവിടെ പൊളിഞ്ഞു? എവിടെ കർദിനാൾ പൊളിഞ്ഞു? ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഏത് പറഞ്ഞു കേട്ടിരുന്നോ? കർദിനാൾ ഓസ്വാള്? അല്ല, ഇവിടെ അവിടെ പാമ്പ്ലാനി പറഞ്ഞപ്പോൾ ഇവിടെ ഇംഫാലിലെ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, ഈ ഇംഫാലിലെ പാമ്പ്ലാനി ആർച്ച് 300 ബിഷപ്പ്. കണക്കിൽ പറഞ്ഞപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? പാമ്പ്ലാനി 300 രൂപയ്ക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഇവിടെ കേരളം സംഭവിച്ചു? കേരളത്തിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അതാണ് ഞങ്ങൾ അലേർട്ട് ചെയ്യുന്ന ആൾക്കാര്. എന്റെ പൊന്നു സഹോദരൻ, ഈ ഉടായ്പ പരിപാടി ഒരു പാമ്പ്ലാനിയോ ഏതെങ്കിലും ഒരു അച്ഛൻ പറയുന്നത് അല്ല വിശ്വാസികൾ ചെയ്യുന്നത്. അത്ര മണ്ടന്മാരല്ല ഈ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഉടായ്പ നിങ്ങൾ ഈ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറഞ്ഞ ഒരു അച്ഛനെ നോക്കിയിട്ടല്ല ചെയ്യുന്നത്.
അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചേ? ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചേ. അല്ലാതെ യേശുക്രിസ്തു പഠിച്ചത് എടാ 300 രൂപ തരുവാണെങ്കിൽ നീ അവന് വോട്ട് ചെയ്യണം എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. 300 രൂപ തരുന്നവന് വോട്ട്, അത് 300 രൂപ 30 പൈസ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ മോദിയുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഉസ്താദ് നിങ്ങളൊക്കെ പഠിക്കാൻ ഒത്തിരി ഉണ്ട്, അതൊക്കെ പോയി പഠിക്കുക. അല്ലാതെ ഈ ഇസ്ലാം ഹേറ്റഡ് പറയുന്ന ക്ലബുകളിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു 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 സൗണ്ട് ബോക്സ് ഒരു എന്താ മൗത്ത് പീസ് ആകാനായിട്ടുള്ള ഈ ഏർപ്പാട് വേണ്ട. യേശുവിനെ അവിടെ ചെന്ന് നിങ്ങൾ സംസാരിക്കുന്ന വേറെ രീതി. അല്ല ഈ സുപ്രഭാതം ജിബോറെ, സംസാരിക്കുന്ന എന്ത് സുപ്രഭാതം എന്ത് പറയാ? സുപ്രഭാതം പഞ്ചായത്തിലെ ഹിസ്റ്ററി അറിയാം, ഒരു പഞ്ചായത്തിന്റെ ഹിസ്റ്ററി, ഒരു പഞ്ചായത്തിന്റെ ഹിസ്റ്ററി അറിയാം നിനക്ക്? ചുമ്മാ വിടുന്ന വളവള വളവളാന്ന് പറയാ. എനിക്ക് വലിയ ആർസത്തിൽ നല്ല ആൾക്കാരൊക്കെ അറിയാം. അവരൊക്കെ പറയുന്നത് എന്തോന്നറിയോ? അവര് ഇന്ന് അവർ ഈ ദളിത് സമുദായത്തിൽ നിന്നാൽ അവരൊക്കെ വിട്ടു പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർക്ക് അതിനകത്തൊന്നുമില്ല. അവരെ ഒരു ജസ്റ്റ് ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത്? മേത്തായസിന്റെ ഹിസ്റ്ററി പോയി പഠിക്കുക. ഈ കുക്കീസ് എങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ എത്തിയെന്നുള്ള കാര്യം നിങ്ങൾ ഹിസ്റ്ററി പോയി പഠിക്കുക. മേത്തായസ് നോടൻ 1860കളിലാണ് അവർ ഹിന്ദുവാ സ്വീകരിക്കുന്നത്. പൂനെ പാക്ട് പോയി പഠിക്കുക. നിങ്ങൾക്ക് പറയാൻ ഒരു അധികാരവും ഇല്ല ഇവിടെ. അതൊക്കെ നിങ്ങൾ അത് കാണിച്ച് മനസ്സിലായി നിങ്ങൾ ജിബോറെ, നിങ്ങളും അത് നിങ്ങളും ആ മനസ്സിലായി, കൂട്ടത്തിൽ പെടുന്നതന്നെ ഉസ്താദ്. ഉസ്താദ് അത് ഞാൻ ഉസ്താദ് സമ്മതിച്ചു, ഇപ്പൊ ഞാൻ അത് സമ്മതിച്ചു. ഉസ്താദിന്റെ സൗണ്ടിൽ ഞാൻ പറയാ, നിങ്ങളും നിങ്ങളും ബ്രാഹ്മണിക്കൽ ഹിജുമണിയിൽ പെടുന്ന ആളല്ല. നിങ്ങൾ അതിന്റെ താഴെ ഉള്ള ആളാ. ഈ കിടന്ന് ഈ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു വിലയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല ജിബോറെ, ഇവിടെയുള്ള ഈ ജിബോറെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ മിത്തുകളുള്ളത്. ടെസ്റ്റ് ട്യൂബ് ബേബി യേശു ആയിരുന്നു. മരിച്ചവരെ ജീവിപ്പിച്ചു, ആ കുരുട്ടിന് തെളിവാണ് കാഴ്ച കൊടുത്തു, വെള്ളത്തിൽ തെളിവാണ് നടന്നു, ടെസ്റ്റ് ട്യൂബ് ബേബി വെള്ളത്തിൽ അല്ല. ഇയാള് അതെന്താ തെളിവ് തെളിവ് പറയ്ക്കും. പറയുന്നത്? ഒരു ഏഹ് മിനിറ്റ്. ഇത് മൊത്തം ഇയാൾ എവിടെ നിന്ന് ഈ തട്ടിപ്പായിരുന്നു. പറയുന്നതൊക്കെ? ഇത് മൊത്തം ഇതിനൊക്കെ എവിടെ മിത്താണ്, തെളിവ്? മിത്ത്. ഉസ്താദെ, ചുമ്മാ താൻ എവിടെ നിന്ന് ഏറ്റവും ഈ വലിയ തെളിവ് മിത്ത് പറയുന്നത്? നിങ്ങളുടെ ഇതിന്റെ അതാണ്. ബാക്കിയാ. ഇതിന്റെ കോയകളുടെ ബാക്കിയാ ഇത്, ഈ ഇത് സംഖ്യകള്. ചാണത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും വലിയ പ്ലൂട്ടോണിയാണോ ഇത്? മിത്താണ് ടെസ്റ്റ് നിങ്ങളുടെ ട്യൂബ് ബേബി ചാണത്തിൽ നിങ്ങളുടെ നിന്ന് നിങ്ങൾ മതത്തിൽ പ്ലൂട്ടോണിയം ഇതിനെക്കുറിച്ച് ആരാ പോലെയാണോ? ഒരു മിനിറ്റ് നിങ്ങളുടെ മതത്തിൽ ഏറ്റവും ടെസ്റ്റ് കൂടുതൽ ട്യൂബ് ബേബിയെ കുറിച്ച് മിത്തുകളുള്ളത്. ആരാ പറഞ്ഞേ? അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മണ്ടന്മാരാണ്. അല്ലല്ല മിച്ച ഞാൻ പറഞ്ഞു കേട്ടോ. ഈ 101 ഈ കൗരവരുണ്ടായതിനെ കുറിച്ച് നരേന്ദ്രമോദി എന്തോ പറഞ്ഞത്? മരിച്ചവരെ ആദ്യം ലോകത്തെ ജീവിപ്പിച്ചില്ലേ, ടെസ്റ്റ് ട്യൂബ് കുരുടിന് കാഴ്ച കൊടുത്തു, വെള്ളത്തിന് പുറത്ത് നടന്നു, തീർച്ചയായിട്ടും വെള്ളത്തിനെ വീഞ്ഞാക്കി, തീർച്ചയായിട്ടും കടലിനെ രണ്ടാക്കി പിളർത്തി. തീർച്ചയായിട്ടും ഇതൊക്കെ അല്ല മരിച്ചിട്ട് തീർച്ചയായിട്ടും. തിരിച്ച് അല്ലാതെ എണീറ്റ് വന്നു. സ്വന്തം സഹോദരൻ ഇത് ഇത് വേണ്ടി മൊത്തം തട്ടിപ്പല്ലേ? രാജ്യത്തിന് ടെസ്റ്റ് വേണ്ടി ട്യൂബ് ബേബി സ്ത്രീകളെ യേശു, ആക്ഷേപിക്കുകയും ടെസ്റ്റ് ട്യൂബ് സ്ത്രീകൾക്ക് ബേബി അല്ലേ? ബഹുമാനം ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ. യേശു ടെസ്റ്റ് ട്യൂബ് ബേബി. മിത്തിന്റെ ഉടായ്പ വീര്യം ഇവിടെ പറയാം. താഴെ കളയലായിരുന്നു, 2 പറയണമായിരുന്നു എനിക്ക്. ഇല്ലില്ല, ഞാൻ താഴോട്ടാക്കി മിത്തിന്റെ താഴെ ഇരുന്ന് കേൾക്കട്ടെ. ഇയാളുടെ അല്ലല്ല യഥാർത്ഥ മിത്തിന്റെ സ്വഭാവത്തെ ഉടായ്പ തിരിച്ചു നിങ്ങൾ വന്നു. ഗ്രന്ഥങ്ങളൊന്നും പോയി വായിക്കാത്ത എന്താ? മിത്തിന്റെ ഉടായ്പ വന്നിട്ട് കടൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നത്. കടല് രണ്ടായി ആ പിളർന്നു. പറഞ്ഞോ ഇതൊന്നും ബ്രോ. മിത്തല്ല, ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. അതിന്റെ ഉള്ള തെളിവ് ഇന്നും ആ റെഡ് സീയിലുണ്ട്. നുബൈബ എന്ന ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇന്നും ഫറവോന്റെ രഥങ്ങളെല്ലാം അതിന്റെ അടിയിൽ ഇന്നും അവിടെ കിടപ്പുണ്ട്. ഇതൊന്നും മിത്തൊന്നും അല്ല. ബൈബിള് സത്യമാണ്, ചരിത്ര സംഭവങ്ങളാണ്. അതിന് ഏഹ്, ഉം, ജോഷ് മാക്ഡോണലിന്റെ പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് ബൈബിളിനെ ഒരു ചരിത്ര പുസ്തകമായിട്ട് സെക്യുലർ സ്കോളേഴ്സ് അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതിനകത്ത് ചരിത്ര സംഭവങ്ങളാണ് പറയുന്നത്. അത് അംഗീകരിക്കാത്തതിന്റെ കാരണം സെക്യുലർ ഹിസ്റ്റോറിയൻസ് അക്കാഡമിക് ലെവലിൽ ബൈബിളിനെ ഒരു ചരിത്ര സംഭവമായിട്ട് അംഗീകരിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും പ്രൊപ്പഗാൻഡ കാരണം മാത്രമാണ്. കാരണം ബൈബിളിനെ ചരിത്ര സംഭവമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എക്സ്ക്ലൂസീവ് ആയി പോകും. ക്രിസ്ത്യാനിറ്റി മാത്രമേ സത്യം എന്നുള്ള ഒരു സംഭവമായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അക്കാഡമിക് ലെവലിൽ ബൈബിളിനെ ഒരു ചരിത്ര സംഭവമായിട്ട് അവർ പറയാത്തത്. പക്ഷെ ബൈബിൾ ഒരു ചരിത്ര സംഭവമാണ്. ഇതൊന്നും മിത്തൊന്നുമല്ല. യേശു ക്രിസ്തു മിത്തല്ല, കുരുടനെ അല്ല എബ്രാം സൗഖ്യമാക്കിയെന്നുള്ള ബ്രദറെ, എബ്രാം മിത്തല്ല. ബ്രദറെ, ഇതൊക്കെ ഇന്നും അല്ല എബ്രാം സംഭവിക്കുന്നതാണ്. ബ്രദറെ, എന്റെ ജീവിതത്തിൽ, എന്റെ അല്ലല്ല അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും ഇത് ഇന്നും സംഭവിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു എബ്രാം കഴിഞ്ഞാൽ ബ്രദറെ, ഇന്നും എബ്രാം അത്ഭുതങ്ങൾ ബ്രദറെ ഇവിടെ നടക്കുന്നു. അല്ലല്ല എബ്രാം ബ്രദർ ഇദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്തോ ഇതാണ് ഇവരുടെ ലാക്ക് ഓഫ് നോളജ്. അവിടെ യേശുക്രിസ്തുവിന്റെ ജന്മം, യേശുക്രിസ്തു ജനിച്ചത് ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. ജസ്റ്റ് ഇമാജിൻ ദ എമൗണ്ട് ഓഫ് ഫൂളിഷ്നെസ് ഫിൽഡ് ഇൻ ഹിസ് ബ്രെയിൻ. ആ വിഡ്ഢിത്തരങ്ങൾ തലച്ചോറിനകത്ത് താങ്ങി. എടാ അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി വായിരു. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണം, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഒരു ഒറ്റ മിനിറ്റ്. അല്ല, ഇപ്പൊ ഹൈന്ദവ തീവ്രവാദമാണേലും ഇസ്ലാം തീവ്രവാദമാണേലും ഒരേ തൊഴുത്തിലുള്ള രണ്ട് പശുക്കളാണ്. അല്ലാതെ ഇതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. രണ്ടും തീവ്രവാദമാണ്.
അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മണിപ്പൂർ സംഭവത്തെ നിങ്ങൾക്കൊന്നും അപലപിക്കാൻ കഴിയുന്നില്ല? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉടനെ അവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം നടത്തുന്ന മോദി ഗവൺമെന്റ് എന്തുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കുന്നു? 3 മാസമായിട്ട് അനങ്ങിയിട്ടില്ല. ഇവിടെ അവസാനം അമേരിക്കയിൽ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പത്രക്കാരി ചോദിക്കേണ്ടി വന്നു. അതുവരെ വന്നപ്പോഴത്തേനാണ് പിന്നെ മിണ്ടേണ്ടി വന്നത്. അത് മിണ്ടേണ്ടി വന്നിട്ടും എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും അബ്രഹാം ബ്രദറെ. അവിടെ ഇപ്പോഴും ആൾക്കാരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലല്ല, ഇപ്പോഴും ബ്രൂട്ടലി കൊന്നുകൊണ്ടിരിക്കുക. കർദിനാൾ ഓസ്വാൾ എന്ന് പറയുന്നത് ഒരു ഉടായ്പ ന്യായമായിട്ട് വന്നേക്കുന്നത് മിത്ത്. ഇതൊക്കെ അല്ല ഇസ്രയേൽ എടുത്താലും പറഞ്ഞ എന്നെ പൊന്നു സഹോദര കൂടുതൽ വേദനാജനകമായിരിക്കും. അല്ല ഈ അല്ല മോഹൻനെ അല്ല ഞാനാ താഴെ ഇട്ട. സോറി, ഞാൻ വിചാരിച്ചു വേറെ ആരാണ്ടെന്നാണ്. മേരിഷ നിങ്ങൾ മാപ്പി ചോദിക്കുക, ഇവിടെ കേട്ടുന്ന പ്രശ്നമില്ല. ഇവിടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സംഘികൾക്ക് ഇസ്ലാമിനെ അടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ആദ്യം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ വിചാരിച്ചത് ഇവിടെ വൈരാഗ്യം പരത്താനുള്ള സ്ഥലമാണ്? അല്ല. ഇവിടെ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു. ഏത് മുസ്ലിമിനെ സ്നേഹിക്കുന്നു? ഹ? ഇവിടെ വന്നിട്ട് പറയാ ഗജവായ എന്ത്. എവിടെ നോക്കിയാലും ഈ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഗജവായ എന്ത്. അവന്റെ കൂടെ ഇരുന്ന് തിന്നത്തെ ടീമുകളാ നിങ്ങളെ. അവന്റെ കൂടെ ഇരുന്ന് ഞണ്ണിയ ടീമുകളാ. നിങ്ങൾ മുഗൾ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക്. എന്നിട്ട് പറയാം ഗജവായ ഹിന്ദ്. ഇംഗ്ലീഷുകാരെ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ഒന്നും ഒരു ന്യായമില്ല. ഞങ്ങൾക്കേ പറയാൻ പറ്റൂ. അവരെ തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്കേ പറയാൻ പറ്റൂ. അവന്റെയും കൂടെ ഞണ്ണിയ ടീമാണ്. മാപ്പ് എഴുതിയേക്കുന്നതിന് ഡീറ്റെയിൽ പോയി എത്ര പ്രാവശ്യം എഴുതിയേക്കുന്നതിന്റെ എന്റെ വലിയ തലതൊട്ടൊക്കെ എഴുതിയേക്കുന്നത് പോയി വായിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഒന്ന് പറയാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഞങ്ങൾക്ക് മാത്രം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്കും മനുഷ്യനെ സ്നേഹിക്കുന്നു. ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തികളും കളറും കാസ്റ്റും ക്രീഡും നിറവും മുഖവും ഒന്നും നോക്കാതെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇവിടെ വന്ന് പറയാം സ്വന്തം മതത്തിലുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല. ആഹാരം കഴിക്കണമെങ്കിൽ താഴെ ഇരുന്ന് കഴിച്ചോണം എന്ന് പറയുന്നത് ഇപ്പോഴും നോർത്ത് ഇന്ത്യയില് ഇപ്പോഴും വന്ന് സ്നേഹം പറയുന്നത്, സ്നേഹം വിളമ്പുന്നു മിത്താണെന്ന്. യേശുക്രിസ്തു ഉണ്ടായ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. നിങ്ങളുടെ മിത്തൽ തുറന്ന് അന്ന് അൻകുമാരേക്കും ബ്രദറും എല്ലാരും കൂടെ അത് എൻഡോളജി എടുത്തപ്പോഴത്തേക്ക് നിങ്ങളുടെ അടപ്പിളകി. ഇൻഡോളജി എടുത്തപ്പോഴത്തേക്ക് ഇസ്ലാമിനെ പോലെ തന്നെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കഴിയും. അതേപോലെ ഹിസ്റ്ററി പറയാൻ